മൊബൈൽ ഫോൺ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരുടെ ഫോൺ നമ്പറുകളും ഫോട്ടോകളും ആവശ്യമായ രേഖകളും അടക്കം എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോണിലെ സിം കാർഡ് നമ്പറുമായി ബന്ധിപ്പിച്ച ഔദ്യോഗിക രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും വേറെയും. ഈ മൊബൈൽ ഫോൺ പെട്ടെന്നങ്ങ് നഷ്ടപ്പെട്ടാലോ? പലർക്കും ആലോചിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണത്. കാരണം പല വിധത്തിൽ നമ്മുടെ ഫോണുകൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, എന്താണ് ചെയ്യേണ്ടതെന്ന് എത്ര പേർക്കറിയാം? ഫോൺ നഷ്ടപ്പെട്ടാൽ തളർന്നു വീഴാനോ ബോധക്ഷയം സംഭവിക്കാനോ നിൽക്കണ്ട. ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കേരള പോലീസ്. ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം പങ്കിട്ട കുറിപ്പിലാണ് പോലീസ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോൺ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാനുള്ള സർക്കാർ സംവിധാനം നിലവിലുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇത് പലർക്കും അറിയില്ല എന്നതാണ് വസ്തുത. ഈ മാർഗത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഫോൺ നഷ്ടപ്പെട്ടാൽ അക്കാര്യം അറിയിച്ച് പോലീസിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ നടപടി. ശേഷം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിലെ നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കുക. ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ ആവശ്യമാണ്. 24 മണിക്കൂറിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് ആക്ടിവേറ്റ് ആകുന്നതാണ്. www.ceir.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ചുവന്ന നിറത്തിലുള്ള ബട്ടണിൽ ബ്ലോക്ക്, സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷൻ കാണാം. ഇത് തിരഞ്ഞെടുത്താൽ ഒരു ഫോം പൂരിപ്പിക്കണം. അതിൽ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം, തീയതി, പോലീസ് സ്റ്റേഷൻ, പരാതിയുടെ നമ്പർ, പരാതിയുടെ പകർപ്പ് എന്നിവ നൽകണം. തുടർന്ന് ഫോണിന്റെ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖയും നൽകി ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിൽ അപേക്ഷ സമർപ്പിക്കാം. ശേഷം ഒരു റിക്വസ്റ്റ് ID നിങ്ങൾക്ക് ലഭിക്കും. ഇതുപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ നടപടിയെടുത്തോ എന്ന് പരിശോധിക്കാം. 24 മണിക്കൂറിൽ തന്നെ നിങ്ങൾ നൽകിയ IMEI നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും. പിന്നീട് ഒരു സിം കാർഡും ആ ഫോണിൽ പ്രവർത്തിക്കുകയില്ല. ഫോൺ തിരിച്ചു കിട്ടിയാൽ www.ceir.government.in എന്ന വെബ്സൈറ്റിലൂടെ തന്നെ ഫോൺ അൺബ്ലോക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ അതിനായുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ID നൽകിയതിനു ശേഷം അൺബ്ലോക്ക് ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കി സബ്മിറ്റ് ചെയ്യാം. അൺബ്ലോക്ക് ചെയ്ത ഫോണിൽ പിന്നീട് സിം കാർഡ് ഇട്ട് ഉപയോഗിക്കാം. ഫോണിലെ IMEI നമ്പറുകൾ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. 2 സിം കാർഡ് സ്ലോട്ടുകളുള്ള ഫോണുകൾക്ക് 2 IMEI നമ്പറുകളാണ് ഉണ്ടാവുക. ഇത് സാധാരണ ഫോണിന്റെ പാക്കേജിന് പുറത്ത് രേഖപ്പെടുത്താറുണ്ട്. സിം 1, സിം 2 എന്നിങ്ങനെ വേർതിരിച്ച് അതിൽ കാണാം. പാക്കേജ് ബോക്സ് ഇതിനായി സൂക്ഷിക്കണം. ഫോൺ വാങ്ങിയ ഇൻവോയിസിലും IMEI നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഫോൺ നഷ്ടപ്പെടുമ്പോൾ ഈ നമ്പറുകൾ ഉപകരിക്കുന്നതാണ്. ഇതിനാൽ ഇത് സൂക്ഷിച്ച് വെക്കണം. ഫോണിൽ നിന്ന് *#06# എന്ന് ഡയൽ ചെയ്താൽ IMEI നമ്പറുകൾ കാണാൻ സാധിക്കും.